ഹലോ! വെൽക്കം ബാക്ക് ടു 7 ഡേയ്സ് ക്രോഷ്യ ട്യൂട്ടോറിയൽ സീരീസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡേ 3 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി ബെയർ കപ്പ് കോസ്റ്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടൊരു യാൺ, സ്റ്റിച്ച് മാർക്കർ, പിന്നെ ഹുക്ക്, പിന്നെ സിസേഴ്സ് ആൻഡ് നീഡിൽ. ഞാനിവിടെ ആക്രിലിക് യാണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കോട്ടൺ ആണ് നമ്മൾ ചൂടായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂട്ട് കപ്പ് കോസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ മാജിക് റിങ്ങിൽ നിന്നാണ്. ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് കാണാൻ മറക്കരുത്. എന്നിട്ട് മാത്രം ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കയ്യിൽ ഇതേപോലെ എക്സ് മാർക്കായിട്ട് നമ്മുടെ യാനൊന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ ഹുക്ക് കൊണ്ട് അതിൻ്റെ ബാക്കിലുള്ള യാനൊന്ന് പുള്ളി ചെയ്തെടുത്ത് ഇതേപോലെ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിൻ്റെ പുറകുവശത്തു നിന്ന് നമ്മളൊരു ലൂപ്പ് ഇതേപോലെ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു കെട്ട് വീഴും. ഈ ഒരു കെട്ടിൻ്റെ അറ്റത്ത് വേണം നമ്മൾ ഫസ്റ്റ് മാജിക് റിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാൻ. അവിടെ നമ്മൾ നല്ല ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സ്റ്റിച്ചസ് നല്ലപോലെ ടൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ ലൂസ് ചെയ്തിടാതെ നമ്മുടെ വിരലിൻ്റെ അറ്റത്തായിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് വരുന്ന പോലെ മാത്രം നമ്മൾ ഈ ഒരു യാൻ പിടിച്ചു കൊടുക്കുക. വൺസ് നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും കാണാൻ. അപ്പം ഒരുപാട് ഗ്യാപ്പ് ഇടാതെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഓൾറെഡി ഒരു ലൂപ്പ് നമ്മുടെ ഹുക്കിലുണ്ട്. അതിനകത്തേക്ക് ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓൾറെഡി ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ലൂപ്പിൻ്റെ അകത്തേക്ക് ഇതേപോലെ ഞാൻ ഒന്നും കൂടെ ചുറ്റിയെടുത്ത് ഇങ്ങനെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കും. അങ്ങനെ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷ്യാണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് മാജിക് റിങ്ങിൻ്റെ അകത്തൂടെ പോയി ഇനി ഒരു ഞാൻ പുള്ളി ചെയ്ത് ഇതേപോലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരലുകൊണ്ട് വലത്തെ കൈയുടെ ചൂണ്ടുവിരലുകൊണ്ട് അതൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് ലൂസായി പോകാതെ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ നേരം 3 ലൂപ്പ് ഇപ്പം നമ്മുടെ ഹുക്കിൽ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ പുള്ളി ചെയ്യുന്ന യാനിനെ ഫസ്റ്റത്തെ 2 ലൂപ്പിലൂടെ മാത്രം കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ നോക്കിയാൽ പിന്നെ 2 ലൂപ്പ് നമ്മുടെ ഹുക്കിലുണ്ടാവും. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ഒരു കെട്ടിൻ്റെ അറ്റത്ത് പിടിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാജിക് റിങ്ങിലുള്ള ഓരോ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ എൻഡിലേക്ക് നമ്മുടെ വിരൽ നീക്കി പിടിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ലൂസായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് എൻഡ് ആകുമ്പോഴേക്ക് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. നമുക്കിവിടെ ചെയ്യേണ്ടത് 12 ഡബിൾ ക്രോഷ്യാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു 2 ചെയിൻ സ്റ്റിച്ചിനെയും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യും. അതായത് ആദ്യം ചെയ്ത 2 ചെയിൻ സ്റ്റിച്ച് കൂടാതെ 11 ഡബിൾ ക്രോഷ്യ കൂടെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ 2ാമത്തെ ചെയിനിലേക്ക് നമ്മളുടെ ഹുക്ക് ഇതേപോലെ കടത്തി വിടുക. അപ്പം അതിൻ്റെ 2 ലൂപ്പും നമ്മുടെ ഹുക്കിൽ കയറുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആകെ ഇത്രേ ചെയ്തിട്ടുള്ളൂ. മാജിക് റിങ്ങിൽ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തു, പിന്നെ 11 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ 2ാമത്തെ റൗണ്ടിന് വേണ്ടി ഓൾറെഡി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മേലേക്ക് 2 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു എൻറ്റയർ വർക്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു 2 ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഒരു കൗണ്ടായിട്ട് കൂട്ടും കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് സ്റ്റിച്ചുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ഇവിടെ ചെയ്തു. ഒരു ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ചെയ്തു. ഇനി 2ാമത്തെ സ്റ്റിച്ചും നമ്മൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്, 2ാമത്തെ ഡബിൾ ക്രോഷ്യയും. അങ്ങനെ നമ്മൾ ഈ ഒരു മുഴുവൻ റൗണ്ടിലും, ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ മുഴുവനും എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ, അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് സ്റ്റിച്ച് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു 2ാമത്തെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് അതിന് തൊട്ട് പുറകിലുള്ളൊരു ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മളുടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് ആ ഒരു
റൗണ്ടിൻ്റെ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അവിടെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. ശരിക്കും അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കാരണം ഡബിൾ ക്രോഷേസ് കുറച്ച് വലിയ സ്റ്റിച്ചസ് ആണ്. എന്നാലും ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സ്റ്റിൽ അത് യൂസ് ചെയ്യാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ കൗണ്ട് മാറിപ്പോകത്തില്ല. അതേപോലെ എൻഡിൽ വരുമ്പോഴുള്ള കൺഫ്യൂഷനും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഫുൾ റൗണ്ടിലും ഡബിൾ ക്രോഷേ ഇൻക്രീസ് വെച്ചിട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 24 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയിരിക്കും ഈ ഒരു സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നമ്മൾക്ക് കിട്ടുക. ഇനി അതിനെ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്ന ആ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ആ ഒരു സെക്കൻഡ് റൗണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ മാറിപ്പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സ്റ്റിച്ച് മാർക്കർ അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് റിമൂവ് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത റൗണ്ടും സെയിം തന്നെയാണ്. 2 ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ആണ് എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വെച്ചാണ് എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ റൗണ്ടിലേക്ക് വരുമ്പം ഒരു ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ്, പിന്നെ ഒരു ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ റൗണ്ടിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്ക് 36 സ്റ്റിച്ചുകളായിരിക്കും നമുക്ക് ടോട്ടൽ കൗണ്ടായിട്ട് കിട്ടുക.
ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി കഴിയുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാതെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമ്മൾക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഫോർത്ത്, അതായത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് 2 ഡബിൾ ക്രോഷേ, പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിൽ ഫോളോ ചെയ്തത് ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം 2 ഡബിൾ ക്രോഷേ അത് കഴിഞ്ഞ് വരുന്നതിൽ ഒരു ഇൻക്രീസ്, അങ്ങനെയായിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാൻ ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ടെഡ്ഡി ബെയറിൻ്റെ ഫേസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാകെ ചെയ്യാനുള്ളത് അതിൻ്റെ ഇയേഴ്സ് മാത്രമാണ്, ചെവികൾ. സോ നമ്മൾ ആ ചെവികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല. നമ്മളിനി ചെയ്യുന്നത് നമ്മുടെ ഹുക്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഹുക്ക് ഫസ്റ്റ് ഇതേപോലെ കടത്തി വിട്ടതിൻ്റെ ശേഷം വരുന്ന 2 ലൂപ്പിനകത്ത് കൂടെയും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ പുള്ളി ചെയ്തെടുക്കും. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചെയ്ത അതേപോലത്തെ ഒരു ഡബിൾ ക്രോഷയാണ്. ഇപ്പോൾ നമ്മൾ 2ാമത്തെ സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ നമ്മൾ ഓൾറെഡി ബേസിക് സ്റ്റിച്ചസിൽ പഠിച്ചതാണ്. ഇതേപോലെ 2 പ്രാവശ്യം ചുറ്റിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ പുള്ളി ചെയ്തെടുക്കുമ്പം ടോട്ടൽ 4 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ വരും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെയും പിന്നെ അത് കഴിഞ്ഞുള്ള 2 ലൂപ്പിലൂടെയും അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ 2 ലൂപ്പിലൂടെയും ഇതേപോലെ നമ്മൾ പുള്ളി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷേ. നമ്മൾ ഓൾറെഡി ട്രിപ്പിൾ ക്രോഷേ മുന്നേ ചെയ്ത പ്രൊജക്ട്സിലൊക്കെ പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ അധികം ഇനിയും സ്ലോ ആക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ട്രിപ്പിൾ ക്രോഷേ 3 എണ്ണമാണ് നമ്മൾ ആ ഒരു 3ാമത്തെ സ്റ്റിച്ചിൽ ചെയ്യാൻ പോകുന്നത്. അതേ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്, അടുത്തടുത്ത സ്റ്റിച്ചുകളിലല്ല. നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ഇപ്പോൾ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ഒക്കെ ചെയ്തപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെയല്ലേ ചെയ്തത്, അതേപോലെ ആ ഒരേ സ്റ്റിച്ചിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷേ നമ്മൾ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് അതിനടുത്തുള്ള സ്റ്റിച്ചിലേക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. അത് കഴിയുമ്പം അതിനടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേയും നമ്മൾ ചെയ്യും. ഇപ്പോൾ ഏകദേശം നോക്കിയാൽ ഒരു ചെവിയുടെ രൂപം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അതിനടുത്തുള്ള ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ. ഇനി നമ്മൾ 8 സ്ലിപ്പ് സ്റ്റിച്ചുകൾ, ഇപ്പോൾ ചെയ്ത ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൗണ്ടിലെടുക്കും. അത് കഴിഞ്ഞ് വരുന്ന 7 സ്റ്റിച്ചിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് തന്നെയാണ്. അത് നമ്മളുടെ ആ ഒരു ഫോർഹെഡിൻ്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു 2 ചെവികളുടെ ഇടയിലുള്ള ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 8 സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഇവിടെ ചെയ്യും. ഇനി ആ ഒരു 8 സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു ഡബിൾ ക്രോഷേ, അതിനടുത്ത സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷേ, അതിനടുത്ത സ്റ്റിച്ചിൽ പിന്നെയും ഡബിൾ ക്രോഷേ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ പിന്നെയും സിംഗിൾ ക്രോഷേ. അത് കഴിഞ്ഞ് ഒരു സ്ലിപ്പ് സ്റ്റിച്ചൂടെ നമ്മൾ ചെയ്ത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്ത അതേ പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ചെവിയുടെ ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് കാണാം നമ്മുടെ കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് കളർ ഞാൻ വേണമെങ്കിലും എടുക്കാം. ബ്രൗൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ക്യൂട്ട്നെസ്സും റിയൽ ലുക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്രിലിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം ചൂടുള്ള സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റില്ല. ആക്രിലിക് ഞാൻ ആയതുകൊണ്ട് അത് ഉരുകിപ്പോവും. അപ്പം നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഞാൻ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് നാളത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ ആ ഒരു യാൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ നൂല് ഇതേപോലെ നമ്മൾ മുന്നിലെ സ്റ്റിച്ചിലേക്ക് വരാത്ത രീതിക്ക് പുറകിൽ കൂടെ മെല്ലെ ഒന്ന് തുന്നി വെച്ച് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് തന്നെ തുന്നി വെക്കുകയാണ്. കാരണം ആ ഒരു നൂല് ഇതേപോലെ വീണ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത എൻഡും അതേപോലെ നമ്മൾ മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് ഒരു എൻഡും കൂടെ കിടപ്പുണ്ടാവും. അപ്പം നമ്മൾ ഇത് രണ്ടും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു ടെഡി ബെയറിൻ്റെ കപ്പ് കോസ്റ്റർ ഇവിടെ സെറ്റായി. നിങ്ങൾ ഈ ഒരു ക്യൂട്ട് ടെഡി ബെയറിൻ്റെ കപ്പ് കോസ്റ്റർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാൻ മറക്കരുതേ. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ DM ആയിട്ട് നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോ അയച്ചു തരാനും മറക്കരുത്. അപ്പോൾ ഇന്നെന്തായാലും ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.